കൊച്ചിയിൽ പുനരധിവാസത്തിനായി നിർമ്മിച്ച തുരുത്തി ഫ്ളാറ്റ് ഒരു വിഭാഗത്തിന് മാത്രമായി അനുവദിക്കാൻ മുസ്ലിം ലീഗ് നീക്കം. കൊച്ചി കോർപ്പറേഷനിലെ തുരുത്തി കോളനിവാസികൾക്കും കുടിയൊഴിപ്പിക്കപ്പെടുന്ന കോന്തുരുത്തി വാസികൾക്കും വേണ്ടി പണികഴിപ്പിച്ച ഫ്ളാറ്റാണ് തുരുത്തി കോളനിവാസികൾക്ക് മാത്രം നൽകാനുള്ള നീക്കം നടക്കുന്നത്. മതം മാത്രം നോക്കി വീട് നൽകാൻ അനുവദിക്കില്ലെന്ന് BJPയും വ്യക്തമാക്കുന്നു. ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, പറയൂ, എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? രോഹിണി, ഇത് ഒരുപോലെ തന്നെ, അതായത് തുരുത്തിയിൽ ഉള്ള ആളുകൾക്കും ഒപ്പം തന്നെ കോന്തുരുത്തിയിൽ കുടിയൊഴിയേണ്ടി വരുന്ന ആളുകൾക്കും ഒരുപോലെ അവകാശപ്പെട്ട അല്ലെങ്കിൽ അവരെ പുനരധിവസിപ്പിക്കാവുന്ന വാക്ക് നൽകിയാണ് ഈ ഒരു ഫ്ളാറ്റ് സമുച്ചയം നിർമ്മിച്ചത്. എന്നാൽ പിന്നീട് കോന്തുരുത്തിയിലുള്ള ആളുകളെ അങ്ങോട്ട് മാറ്റി പാർപ്പിക്കുന്നില്ല എന്ന പരാതിയാണ്. അതാണ് ഏറ്റവും പ്രധാനമായും അവർ ഉന്നയിക്കുന്നത്. 394 ഫ്ളാറ്റുകളടങ്ങുന്ന 2 കൂറ്റൻ ടവറുകളാണ് ഇതിനായി നിർമ്മിച്ചത്. കൊച്ചി കോർപ്പറേഷനിലെ തുരുത്തി കോളനിവാസികൾക്കും ഒപ്പം തന്നെ ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് കുടിയൊഴിപ്പിക്കേണ്ടി വരുന്ന കോന്തുരുത്തിയിലെ ആളുകൾക്കും വേണ്ടിയാണ് ഈ ഒരു ഫ്ളാറ്റ് സമുച്ചയം നിർമ്മിച്ചിരുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാഗ്ദാനങ്ങൾ പാലിക്കപ്പെട്ടില്ല എന്ന് മാത്രമല്ല, കോന്തുരുത്തിയിലെ ആളുകൾക്ക് മാത്രമായി ആ ഫ്ളാറ്റ് സമുച്ചയം നിലനിർത്തുന്നു എന്നതാണ് പ്രധാനമായും, തുരുത്തിയിലുള്ള ആളുകൾക്ക് മാത്രമായി അത് നിലനിർത്തുന്നു എന്നതാണ് പ്രധാനമായും ഉയർന്നിരിക്കുന്ന ആരോപണം. ഇതിൽ കോന്തുരുത്തി നിവാസികളെ സംബന്ധിച്ചിടത്തോളം ശക്തമായ പ്രതിഷേധമുണ്ട്. കാരണം അവർക്ക് അവിടുന്ന് മാറി താമസിക്കുന്ന പുതിയൊരു വാസസ്ഥലം വേണം, പുതിയൊരു വേണം. എന്നാൽ അതിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിൻ്റെ ഭാഗത്ത് നിന്ന് അടക്കം അനുകൂല സമീപനമല്ല ഉണ്ടാകുന്നത് എന്ന കാര്യമാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് കേന്ദ്ര ഫണ്ട് അടക്കം ഉപയോഗിച്ചാണ് ഈ ഫ്ളാറ്റ് സമുച്ചയങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. 50% കേന്ദ്ര ഫണ്ട്, 40% കേരള ഫണ്ട്, സംസ്ഥാനത്തിൻ്റെ വീതം 10% കോർപ്പറേഷന്റെ വീതം എന്ന നിലയിലാണ് ഇതിനായി പണം വിനിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. ഈ പദ്ധതി അത്തരത്തിലാണ് പൂർത്തിയാക്കിയത്. തുരുത്തി കോളനിയിലെ 214 കുടുംബങ്ങൾക്ക് ഇവിടെ ഫ്ളാറ്റുകൾ അനുവദിച്ചു. 214 അനുവദിച്ചു. എന്നാൽ അതിൽ പല കുടുംബങ്ങൾക്കും അവകാശം സ്ഥാപിക്കാനായി രേഖകളൊന്നും തന്നെ ഹാജരാക്കാനായിട്ടില്ല. അതായത് നിലവിൽ അവിടെ ഫ്ളാറ്റുകൾ ലഭിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായ രേഖകൾ ഹാജരാക്കാൻ കഴിഞ്ഞില്ല. അതേ സമയത്ത് തന്നെയാണ് ഈ കോന്തുരുത്തിയിൽ 127 കുടുംബങ്ങൾ അവർ 4 മാസത്തിനകം കുടിയൊഴിപ്പിക്കണമെന്ന ഹൈക്കോടതി ഉത്തരവാണ്. അവരെവിടെ പോകുമെന്ന വലിയ ഒരു ചോദ്യം ബാക്കി നിൽക്കുമ്പോഴാണ് അവിടെയുള്ള കോന്തുരുത്തിയിലുള്ള ആളുകളെ പുനരധിവസിപ്പിക്കാതെ തുരുത്തിയിലുള്ള ആളുകൾക്ക് മാത്രമായി ആ ഫ്ളാറ്റ് നൽകിയിരിക്കുന്നത് എന്നത് തന്നെയാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇത് BJP ശക്തമായി തന്നെ ഒരു പ്രചാരണ വിഷയമായി ഉയർത്തുന്നുണ്ട്. അത് ഉയർത്തി ജനകീയമായ സമരങ്ങൾക്കടക്കം തയ്യാറെടുക്കുകയാണ്. തുരുത്തി ഫ്ളാറ്റിലേക്ക് എല്ലാ കുടുംബങ്ങളെയും തുരുത്തിയിലുള്ള ഫ്ളാറ്റുകളിലേക്ക് മാറ്റി പാർപ്പിക്കണം, അത് കോന്തുരുത്തിലുള്ള ആളുകളെ അടക്കം മാറ്റിപ്പാർപ്പിക്കണം എന്ന കാര്യം കൊച്ചി കോർപ്പറേഷൻ കൗൺസിലറും BJP സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ പ്രിയ പ്രശാന്ത് അടക്കമുള്ള ആളുകൾ ഈ ഒരു ആവശ്യം ഉയർത്തി തന്നെ മുന്നോട്ട് വന്നിട്ടുണ്ട്. തുരുത്തി കോളനിയിൽ ഒരു കൃത്യമായി തന്നെ, അതായത് തുരുത്തി കോളനിയിലുള്ള ആളുകൾക്ക് മാത്രമായി ഏത് അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ ഒരു പ്രത്യേക ഇളവുകൾ നൽകുന്നതും അവർക്ക് മാത്രമായി പ്രത്യേക താമസ സൗകര്യങ്ങൾ ഒരുക്കുകയും മറുഭാഗത്ത് കുടിയൊഴിപ്പിക്കപ്പെടുന്നവർക്ക് യാതൊരു തരത്തിലുള്ള വാസ സൗകര്യങ്ങളും നൽകാതിരിക്കുകയും ചെയ്യുന്നത് എന്ന ഒരു ചോദ്യം തന്നെയാണ് ഇവിടെ ഉയർന്നു വരികയും ചെയ്യുന്നത്. രോഹിണി, ശരി, ജിജീഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്.